ഹായ്, നമ്മൾ ഈ ലെക്ചറിലും ലീനിയർ ഡിസ്ക്രിമിനന്റ് ഫംഗ്ഷൻസ് തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണ്. ലീനിയർ ഡിസ്ക്രിമിനന്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു പെർസെപ്ട്രോണിൻ്റെ അല്ലെങ്കിൽ ഒരു ന്യൂറോണിൻ്റെ വളരെ ബേസിക് ആയിട്ട് ഉള്ളൊരു എലമെൻ്റ് ആണ്. സോ നമ്മൾ അതിനകത്ത് ലീനിയർ ഡിസ്ക്രിമിനന്റ് ഫംഗ്ഷന് ലീനിയർ ക്ലാസിഫിക്കേഷന് ഉള്ള പ്രോബ്ലത്തിൽ കണ്ടിന്യൂ ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഏർലിയർ ലെക്ചേഴ്സിൽ നമ്മൾ കണ്ടു ഒരു ഫംഗ്ഷൻ നമുക്ക് ലീനിയർ ഡിസ്ക്രിമിനന്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ജി ഓഫ് ഡബ്ല്യു എക്സ് ഇതിനെ നമുക്ക് ഡബ്ല്യു ട്രാൻസ്പോസ് എക്സ് പ്ലസ് ബി എന്നുള്ള ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ അതിനകത്ത് ഓഗ്മെൻറ്റഡ് വെയ്റ്റഡ് വെക്ടേഴ്സും അതിൻ്റെ പാറ്റേണും എടുക്കുന്നുണ്ടെങ്കിൽ ഡബ്ല്യു എ ഇൻറ്റു എക്സ് ഓഫ് എ എന്നുള്ള രീതിയിൽ എഴുതാൻ പറ്റും. നമ്മൾ ഈ ബയസിനെ ഈ ഇൻപുട്ട് വെക്ടറിൻ്റെ അകത്തേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞു. വിച്ച് ഇസ് ജസ്റ്റ് അനദർ ഫോം ഓഫ് റെപ്രസെൻറ്റിങ് ദിസ്. ഓക്കെ, ഇനിയും ഏത് റെപ്രസെൻറ്റേഷൻ വേണം നമ്മൾ കൺവീനിയൻസ് അനുസരിച്ച് പ്രോബ്ലത്തിനനുസരിച്ച് എടുക്കും. ചില സമയത്ത് നമ്മൾ ചിലപ്പോൾ ഡബ്ല്യു ട്രാൻസ്പോസ് എക്സ് എന്ന് മാത്രമേ എടുക്കുള്ളൂ, വിച്ച് കുഡ് ബി ഈക്വലൻ ടു ഓഗ്മെൻറ്റഡ് മെട്രിക്സിൻ്റെ പ്രോഡക്ട്സ്. ഓക്കെ, ഇതൊരു നമ്മളൊരു വെയ്റ്റഡ് കോമ്പിനേഷനാണ് പ്ലസ് എ ബയസ് എന്നുള്ള രീതിയിൽ കണ്ടു. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് ഈ ഡബ്ല്യു എന്ന് പറയുന്ന വെക്ടറും ഡിസിഷൻ ബൗണ്ടറി അല്ലെങ്കിൽ ഈ ക്ലാസിഫൈ ചെയ്യുന്ന ഈ ബൗണ്ടറിക്ക് പറയുന്ന പേരാണല്ലോ ഡിസിഷൻ ബൗണ്ടറി. അപ്പോൾ നമ്മുടെ ഡിസിഷൻ ബൗണ്ടറിയുടെ ഒരു പ്രോപ്പർട്ടിയും കൂടെ കാണും. നമ്മുടെ ഡിസിഷൻ ബൗണ്ടറി ഡബ്ല്യു ഓഫ് എക്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ആയിരിക്കും, അല്ലെങ്കിൽ ഡബ്ല്യു ട്രാൻസ്പോസ് എക്സ് പ്ലസ് ബി ഈക്വൽ ടു 0 എന്നുള്ള ഒരു ഫോമിൽ വരുന്നിടത്താണ് നമ്മുടെ ഡിസിഷൻ ബൗണ്ടറി വരുന്നത്. ഓക്കെ, ഇനി ഈ ഡിസിഷൻ ബൗണ്ടറിയും ഡബ്ല്യു ട്രാൻസ്പോസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് നമ്മൾ ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റുന്നത്, വിച്ച് ഇസ് റിയലി ഇൻട്രസ്റ്റിംഗ്. ആദ്യം നമ്മൾ വി അസ്യൂം ദാറ്റ് x1 x2 എന്ന് പറയുന്ന 2 പോയിന്റ്സ് ഈ ഡിസിഷൻ ബൗണ്ടറിയിൽ കിടക്കുന്ന 2 പോയിന്റ്സ് ആണെന്ന് അസ്യൂം ചെയ്യാം. സോ ഒബ്വിയസ്ലി ആ ഡിസിഷൻ ബൗണ്ടറീസ് ഇതിൽ കിടക്കുന്നതുകൊണ്ട് ഇറ്റ് വിൽ സാറ്റിസ്ഫൈ ദീസ് ഇക്വേഷൻസ്, റൈറ്റ്? അപ്പോൾ ജി ഓഫ് x1 ആൻഡ് ജി ഓഫ് x2 ഇത് രണ്ടും എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ തൽക്കാലം അപ്പോൾ ജി ഓഫ് എക്സ് വൺ എന്ന് പറഞ്ഞാൽ എന്ത് വരും? ജി ഓഫ് എക്സ് വൺ വിൽ ബി ഡബ്ല്യു ട്രാൻസ്പോസ് എക്സ് വൺ പ്ലസ് ബി ആൻഡ് ജി ഓഫ് എക്സ് ടു ഇസ് ഡബ്ല്യു ട്രാൻസ്പോസ് എക്സ് ടു പ്ലസ് ബി. ഇനി ഈ രണ്ട് ഇക്വേഷൻസ് നമുക്കുണ്ട്. ഇതിൻ്റെ റൈറ്റ് സൈഡ് എന്താണ്? 0 ആണ്, അല്ലേ? നമ്മളിത് സബ്ട്രാക്ട് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഈ ഇക്വേഷൻ കിട്ടും. ഡബ്ല്യു ട്രാൻസ്പോസ് എക്സ് ടു മൈനസ് എക്സ് വൺ ഇസ് ഈക്വൽ ടു 0. എക്സ് ടു മൈനസ് എക്സ് വൺ എന്ന് പറയുന്നത് ഈ രണ്ട് വെക്ടേഴ്സിൻ്റെ പൊസിഷൻ പൊസിഷൻ വെക്ടറാണ്, അല്ലെ? പൊസിഷൻ വെക്ടർ വിച്ച് ഇസ് ജോയിനിങ് ദ പോയിന്റ്സ് എക്സ് ടു എക്സ് വൺ. അപ്പം ഇത് ഈ ലൈനിൽ തന്നെയുള്ള ഒരു വെക്ടറാണ്, ആ ഡിസിഷൻ ബൗണ്ടറി തന്നെയുള്ള വെക്ടറാണ്. അല്ലെങ്കിൽ അനദർ വേ വി ക്യാൻ സേ ദിസ് എക്സ് വൺ എക്സ് ടു ഡിസിഷൻ ബൗണ്ടറിയിൽ ആയതുകൊണ്ട് എക്സ് ടു മൈനസ് എക്സ് വൺ ഡിസിഷൻ ബൗണ്ടറിയിലാണ്, അല്ലെങ്കിൽ ഇറ്റ് ഇസ് ഈക്വൽ ടു 0. ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ അത് ആ പോയിന്റും ഡിസിഷൻ ബൗണ്ടറി തന്നെയാണ്. അങ്ങനെ ഇൻറ്റർപ്രറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നൾ സ്പേസിൻ്റെ ബേസിസിൽ വേണമെങ്കിലും ഇൻറ്റർപ്രറ്റ് ചെയ്യാം. ഓക്കെ, അതൊക്കെ നമുക്ക് ലീനിയർ ഓൾജിബ്രയിൽ നിന്ന് എടുക്കാവുന്ന അഡീഷണൽ ഇൻറ്റർപ്രിറ്റേഷൻസ് ആണ്. അത് എക്സ് വൺ എക്സ് ടു എന്ന് പറയുന്നത് നൾ സ്പേസിൽ ഡബ്ല്യുവിന് നൾ സ്പേസിൽ കിടക്കുന്നതാണ്. സോ അതിൽ തന്നെ നമുക്ക് എന്ത് മനസ്സിലായി? നൾ സ്പേസിൻ്റെ ബേസിക് കാര്യത്തിൽ നിന്ന് എന്ത് മനസ്സിലായി? ഇറ്റ് ഇസ് ഓർത്തോഗണൽ, അല്ലേ? അപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഡബ്ല്യു ഇസ് ഓർത്തോഗണൽ ടു ദ ലൈൻ ജോയിനിങ് എക്സ് വൺ ആൻഡ് എക്സ് ടു. അല്ലെങ്കിൽ എക്സ് വൺ എക്സ് ടു എന്ന് പറയുന്ന വെക്ടർ കിടക്കുന്ന സ്പേസിന്, സബ് സ്പേസിന് ഡബ്ല്യുവിൻ്റെ സ്പേസ് ഓർത്തോഗണലാണ്. ഡബ്ല്യു എൻക്ലോസ് ഡബ്ല്യു ഉള്ള സബ് സ്പേസ് എന്ന് പറയുന്നത് ഓർത്തോഗണലാണ്. ഇറ്റ് ഈസ് എ നൾ സ്പേസ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ വെക്ടേഴ്സ്, പെർട്ടിക്കുലർ സെറ്റ് ഓഫ് വെക്ടേഴ്സ് വിച്ച് ആർ ലൈങ് ഇൻ ദ ഡിസിഷൻ ബൗണ്ടറി പ്ലെയിൻ. അങ്ങനെ വേണമെങ്കിലും പറയാം. ഓക്കെ, സോ നമുക്ക് എന്ത് മനസ്സിലാവും? ഡിസിഷൻ ബൗണ്ടറിക്ക് ഓൾവേസ് പെർപെൻഡിക്കുലർ ആണ് എന്ത്? ഡബ്ല്യു എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഈ ഡോട്ട് പ്രോഡക്റ്റ് 0 ആയതുകൊണ്ട്. അപ്പോൾ ഇങ്ങനെ ഡിസിഷൻ ബൗണ്ടറി നമുക്കുണ്ടെങ്കിൽ ഡിസിഷൻ ബൗണ്ട് ഡബ്ല്യു വെക്ടർ ഇങ്ങനെ ആയിരിക്കും. ഇഫ് യു ഹാവ് എ ഡിസിഷൻ ബൗണ്ടറി ലൈക്ക് ദിസ്, ഡബ്ല്യു വെക്ടർ ഇങ്ങനെ ആയിരിക്കും. എന്തുകൊണ്ട് ഈ സൈഡ് വരില്ല എന്ന് വെച്ചാൽ ഓർത്തോഗണൽ വെക്ടർ ഈ ഇങ്ങോട്ടോ എങ്ങോട്ടോ വേണമെങ്കിലും ആവാമല്ലോ. അപ്പോൾ ഈ ഇങ്ങോട്ടുള്ള പെർപെൻഡിക്കുലർ വെക്ടർ ഡബ്ല്യു ആയിട്ട് വരാൻ ചാൻസ് ഉണ്ടോ? ഇല്ല. നോ, ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ. വൈ? എന്താണ്? കാരണം നമ്മളിവിടെ ഡിഫൈൻ ചെയ്തേക്കുന്നത് ഇവിടെ ഗ്രേറ്റർ ദാൻ 0 ആയിട്ടും ഇവിടെ ലെസ് ദാൻ 0 ആയിട്ടും, അല്ലെ? ഇത് പോസിറ്റീവ് സൈഡായിട്ടും ഇത് നെഗറ്റീവ് സൈഡായിട്ടും, അല്ലേ? ഇനി സപ്പോസ് നമ്മൾക്ക് ഇങ്ങോട്ടുള്ള ഈ പോസിറ്റീവ് സൈഡിലൊരു പാറ്റേൺ എടുക്കാം. പോസിറ്റീവ് സൈഡിലൊരു പാറ്റേൺ എടുക്കുമ്പോഴത്തേക്കും അത് തമ്മിലുള്ള ഡോട്ട് പ്രോഡക്റ്റ്, ഇപ്പോൾ എൻ്റെ എക്സ് എന്ന് പറഞ്ഞ പാറ്റേൺ, ഓക്കെ, അത് പോസിറ്റീവ് സൈഡിലാണ്. ഇറ്റ് ഇസ് മേക്കിംഗ് എൻ ആംഗിൾ വിത്ത് തീറ്റ ബിക്കോസ് ഡിസിഷൻ ബൗണ്ടറി കിടക്കുന്നതല്ല. ഡിസിഷൻ ബൗണ്ടറിയിലായിരുന്നെങ്കിൽ 90 ഡിഗ്രി ആയിരുന്നേനെ. ഡിസിഷൻ ബൗണ്ടറി അല്ല, പോസിറ്റീവ് സൈഡിലാണെന്ന് വെച്ചോ, എന്നാണ് ഈ ആംഗിൾ തീറ്റയാണ്.
നമുക്കതിന് ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോഴത്തേക്ക് അതിൽ കൊസൈൻ ഇൻവോൾവ് ആണ്. കൊസൈൻ ഓഫ് തീറ്റ എന്ന് പറയുന്നത് ഒരു അക്യൂട്ട് ആംഗിൾ ആണെങ്കിൽ അത് പോസിറ്റീവാണ്. പക്ഷേ നമ്മൾ ഡിസ്റ്റൻറ്റ് ബൗണ്ടറി ഇങ്ങോട്ട് എടുക്കുകയാണ്, നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് ഡിസ്റ്റൻറ്റ് ബൗണ്ടറി എടുക്കുന്നത്, നമ്മുടെ പാറ്റേൺ എവിടെയാണെങ്കിൽ ഇതൊരു ഒപ്റ്റ്യൂസ് ആംഗിൾ ആയിരിക്കും. അപ്പോൾ കൊസൈൻ ഓഫ് എൻ ഒപ്റ്റ്യൂസ് ആംഗിൾ 180 പ്ലസ് തീറ്റ 90 പ്ലസ് തീറ്റ എന്ന് പറയുന്ന ആംഗിളിൽ ഒപ്റ്റ്യൂസ് ആംഗിളിൻ്റെ കൊസൈൻ എടുത്താൽ നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ പോസിറ്റീവ് നെഗറ്റീവ് ക്ലാസിഫിക്കേഷൻ ഇവിടെ കിട്ടത്തില്ല. സോ ഡിസിഷൻ ബൗണ്ടറി എപ്പോഴും ഡയറക്റ്റ് ടുവേർഡ്സ് ദ പോസിറ്റീവ് സൈഡ് ഫ്രം ദ ഡിസിഷൻ ബൗണ്ടറി ആയിരിക്കും. ഓക്കെ, അതൊരു ഇവിടെയുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് തന്നെയാണ്. ഓക്കെ, സോ വി അണ്ടർസ്റ്റുഡ് W is perpendicular to the decision boundary g of x is equal to 0. ഇതാണ് ഈ സ്ലൈഡിൽ നിന്നുള്ള ഇൻഫറൻസ്. ഓക്കെ, ഇനി നമുക്ക് വിൽ മൂവ് ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. ഇനി നമ്മൾ നേരത്തെ ലോജിക്കൽ ഓറിനെ എങ്ങനെ നമുക്ക് ഡിസിഷൻ ബൗണ്ടറി വെച്ചിട്ട് ലീനിയർ ഫംഗ്ഷൻ വെച്ചിട്ട് എങ്ങനെ സെപ്പറേറ്റ് ചെയ്യാം എന്നുള്ളത് നമ്മൾ നേരത്തെ കണ്ടു അല്ലേ. എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 0 എന്നുള്ളതായിരിക്കും അതിൻ്റെ ഡിസിഷൻ ബൗണ്ടറി. നമ്മൾ ഓറിനെ റെപ്രസെൻറ്റ് ചെയ്ത് ഇങ്ങനെയാണ് എഫ് ഓഫ് എക്സ്. അങ്ങനെയാണ് നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം എന്നുള്ളത് കണ്ടു. പക്ഷേ ഇതിനകത്ത് ഒരു പ്രശ്നമുള്ളത്, വെൻ വി ഹാവ് ഫങ്ഷൻസ് ലൈക്ക് എക്സോർ, എക്സോറിനെ നമ്മളൊന്ന് പ്ലോട്ട് ചെയ്യുവാണെങ്കിൽ എങ്ങനെ ഇരിക്കും? എക്സോർ നമ്മൾ പ്ലോട്ട് ചെയ്യുവാണെങ്കിൽ എക്സോറിൻ്റെ ട്രൂത്ത് ടേബിൾ വരച്ചു കഴിഞ്ഞാൽ 0 ഔട്ട്പുട്ട് 0, 1 ഔട്ട്പുട്ട് 1, 0 ഔട്ട്പുട്ട് 1, 1 ഔട്ട്പുട്ട് 0 അല്ലേ. അല്ലെങ്കിൽ എക്സ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് XY ബാർ പ്ലസ് X ബാർ Y, ഇങ്ങനത്തെ രീതിയിലുള്ള ഫങ്ഷൻസ്. അപ്പോൾ നമ്മൾ പ്ലോട്ട് ചെയ്യുവാണെങ്കിൽ 0, 0ൽ 0, 0, 1ൽ 0, 1, 1ലും 1, 0ലും പോസിറ്റീവ് വാല്യൂ. ഇപ്പം ഞാൻ ഏത് ലൈൻ എടുത്താലും എനിക്ക് ഈ പോയിൻറ്റ്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ലൈൻ വരച്ചു, ഇങ്ങനെ ഒരു ലൈൻ വരച്ചു, പക്ഷേ ഇങ്ങനെ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഈ 0 കൂടെ ഇതിൻ്റെ കൂടെ പോവും. ഇങ്ങനെ ലൈൻ വരച്ചു കഴിഞ്ഞാൽ എക്സ് അതിൻ്റെ കൂടെ പോവും. അങ്ങനെ ഏത് ലൈൻ എടുത്താലും പറ്റില്ല. സോ ഹാവ് ടു ഡു സംതിങ് ലൈക്ക് ഇങ്ങനത്തെ വല്ല പ്ലെയിൻ എടുത്താലും എനിക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ലീനിയർ സെപ്പറബിൾ അല്ല. ലീനിയർ സെപ്പറബിൾ അല്ല എന്ന് പറയുമ്പോൾ തന്നെ വി ഹാവ് ടു മേക്ക് ഷുവർ ഇറ്റ് ഇസ് നോട്ട് ലീനിയർലി സെപ്പറബിൾ. എവിടെയാണ് ഈ ഇൻപുട്ട് സ്പേസിൻ്റെ ഡയമെൻഷനിൽ ലീനിയർ സെപ്പറബിൾ അല്ല. ഇതിപ്പോൾ 2 ഡയമെൻഷനിലാണ് എക്സും വൈയും എന്ന 2 ഡയമെൻഷനുള്ള ഒരു ഇൻപുട്ടാണ് നമുക്കുള്ളത്. ഈ ഇൻപുട്ട് സ്പേസിൽ ഇൻപുട്ട് സ്പേസിൽ ഇത് ലീനിയർലി സെപ്പറബിൾ അല്ല. ഇനി നമുക്ക് വേറൊരു കാര്യം ചെയ്യാൻ പറ്റുന്ന, മേ ബി വി കൻ ആഡ് അനദർ ഡയമെൻഷൻ ടു ഇറ്റ്. ഇപ്പോൾ ഈ ഡയറക്ഷനിൽ സെപ്പറബിൾ അല്ല എന്ന് വെച്ചിട്ട് ഇത് വേറെ എക്സ്ട്രാ കുറേ ഡയമെൻഷൻസ് വന്നു കഴിഞ്ഞാൽ സെപ്പറബിൾ ആയിക്കൂടാഴികയില്ല. അതിനുള്ള എക്സാമ്പിളാണ് ഇത്. നമ്മൾ പോസിറ്റീവ് നോർമൽ ഫോമിൽ എക്സ്പ്രസ് ചെയ്യും. അതായത് എക്സിന് വൈന് നമ്മൾ 1 - y ആയിട്ടും എക്സിന് നമ്മൾ 1 - x ആയിട്ടും എഴുതിയിട്ട് ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി x പ്ലസ് y മൈനസ് 2xy എന്നുള്ള ഫോമിൽ കിട്ടും. ഇതിനെയാണ് നമ്മൾ എക്സോറിൻ്റെ പോസിറ്റീവ് നോർമൽ ഫോം എന്ന് പറയുന്നത്. ഈ ഫോമിൽ എഴുതുമ്പോൾ നമുക്ക് മനസ്സിലായി എക്സിൽ ലീനിയറാണ്, വൈയിൽ ലീനിയറാണ്, പക്ഷേ ഇവിടെ എക്സ് വൈയുടെ ടേം ഉണ്ട്, വിച്ച് ഇസ് എ സ്ക്വയർ ടേം അല്ല. അതിപ്പോൾ ലീനിയറിറ്റി അല്ല. നമ്മൾ ഈ എക്സ് വൈനെ വേറൊരു ഫംഗ്ഷനായിട്ട് റീപ്ലേസ് ചെയ്തു, ലൈക്ക് W, അല്ലെങ്കിൽ ഇവരിവിടെ ചെയ്തേക്കുന്ന പോലെ ഫൈ ആയിട്ട് റീപ്ലേസ് ചെയ്തു. അത് തന്നെ സെയിം നൊട്ടേഷൻ എടുക്കാം, 5, 3. അപ്പോൾ ഞാൻ എക്സിനെ 5, 1, വൈനെ 5, 2, ഇതിനെ 5, 3 എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഈ 3 വേരിയബിൾസിൽ ഇത് ലീനിയർലി സെപ്പറബിൾ ആണ്. ഇതിൻ്റെ വെയ്റ്റ്സ് എത്ര വരും? 1, 1, -2. ഓക്കെ, സോ ഇത് നമ്മുടെ ഇൻപുട്ട് സ്പേസിൽ ഇൻപുട്ട് വെക്ടേഴ്സിൻ്റെ ഡയമെൻഷനിൽ ഇത് ലീനിയർലി സെപ്പറബിൾ അല്ലെങ്കിൽ ഇഫ് യു ആഡ് അനദർ ഡയമെൻഷൻ ടു ഇറ്റ്, ആ ഡയമെൻഷൻ ഏതാണ്? XY എന്ന് പറഞ്ഞ ഡയമെൻഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഒരു നമ്മുടെ ആ ഒരു ഫോമിൽ തന്നെ കിട്ടിയില്ലേ, വിച്ച് ഈസ് ഓഫ് ദ ഫോം W ട്രാൻസ്പോസ്. ഇവിടെ എക്സിന് വരെ എന്ത് വരും? 5, 1, 5, 2, 5, 3. ഈ ഒരു ഫോമിൽ കിട്ടും അല്ലേ? W ട്രാൻസ്പോസ് എക്സിൻ്റെ 5 എന്നുള്ള ഫോമിൽ കിട്ടും. ഇത് പിന്നെ ഒരു ലീനിയർ ഫോമിൽ തന്നെയാണ്. സോ ഇറ്റ് ഈസ് ലീനിയർ.
അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റാണ്. നമ്മൾ പ്രത്യേകിച്ച് സപ്പോർട്ട് വെക്ടർ മെഷീൻസിലൊക്കെ ഈ ഒരു കോൺസെപ്റ്റ് പിന്നെ യൂസ് ചെയ്യാറുണ്ട്. വേറെവർ നമ്മുടെ ഒരു ലോവർ ഡയമെൻഷണൽ സ്പേസിൽ ഇത് ലീനിയർലി സെപ്പറബിൾ അല്ലെങ്കിൽ നമ്മൾ അതിനെ ഒരു ഹയർ ഡയമെൻഷണൽ സ്പേസിലോട്ട് ട്രാൻസ്ഫോം ചെയ്യും, എന്നിട്ട് അതിനെ ലീനിയർലി സെപ്പറേറ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഓക്കെ. അടുത്തൊരു കോൺസെപ്റ്റ് ഉള്ളത് രണ്ട് സെറ്റ് ഓഫ് പോയിന്റ്സ് നമ്മൾ ഓൾറെഡി ലേബിൾ ഡേറ്റ ആണ്. ഇതൊരു പോസിറ്റീവ് സെറ്റ് ഓഫ് ഡേറ്റ, ഇതൊരു നെഗറ്റീവ് സെറ്റ് ഓഫ് ഡേറ്റ എന്ന് എടുത്തു കഴിഞ്ഞാൽ ദർ കുഡ് ബി ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ലീനിയർ സെപ്പറേറ്റേഴ്സ്. ലീനിയർലി സെപ്പറബിൾ ആണെന്നുണ്ടെങ്കിൽ ദർ കുഡ് ബി ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ലീനിയർ സെപ്പറേറ്റേഴ്സ്. നമ്മളിത് ഓൾറെഡി ടച്ച് ചെയ്ത സബ്ജക്റ്റ് ആണെന്ന് തോന്നുന്നു നേരത്തെ ഇവിടെ. ഇതിപ്പോൾ ഇങ്ങനെ എനിക്ക് വരയ്ക്കാം, ഇങ്ങനെ വരച്ചാൽ അതും ലീനിയർലി സെപ്പറബിൾ ആണ്, ഇങ്ങനെ വരച്ചാൽ അതും സെപ്പറബിൾ ആണ്. അങ്ങനെ പ്രത്യേകിച്ചൊരു ഈ നോർമലി നമ്മൾ ഈ ലീനിയർ ഡിസ്ക്രിമിനന്റ് ഫംഗ്ഷൻ്റെ കാര്യം എടുക്കുമ്പോഴത്തേക്കും അങ്ങനെ പ്രത്യേകിച്ചൊരു ലീനിയർ ഡിസ്ക്രിമിനേറ്റർ തന്നെ എടുക്കണം എന്നില്ല, ഡിസിഷൻ ബൗണ്ടറി തന്നെ എടുക്കണം എന്നില്ല ഇതിനെ പ്രോപ്പറായിട്ട് സെപ്പറേറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, ഇതിനകത്ത് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഡിസിഷൻ ബൗണ്ടറി എന്നുള്ളത് വേറൊരു ചോദ്യമാണ്. കാരണം നമുക്ക് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് സാമ്പിൾസിനെ മാത്രം ക്ലാസിഫൈ ചെയ്യുന്നതല്ല നമ്മുടെ ഒരു, പ്രത്യേകിച്ച് ന്യൂറൽ നെറ്റ്വർക്ക് ഒക്കെ വരുമ്പോൾ നമ്മുടെ ഒരു എയിം എന്ന് പറയുന്നത് നമ്മളിതുവരെ കണ്ടിട്ടില്ലാത്ത പുതിയ പുതിയ സാമ്പിൾസ് വന്നാൽ അതിനെ പ്രോപ്പറായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റണം. അപ്പോൾ അതിനും കൂടെ വരുന്ന പ്രോപ്പറായിട്ടുള്ള ഡിസിഷൻ ബൗണ്ടറി ഏതാണെന്നുള്ളത് അത് ഫെർദർ ഡൗൺ ദി ലൈൻ നമ്മൾ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യും. ഓക്കെ, നമ്മളൊരു എക്സാമ്പിൾ എടുക്കുകയാണ്. ഇവിടെ നമ്മളൊരു എക്സാമ്പിൾ എടുത്തു. സോ നമുക്കിവിടെ പാറ്റേൺസ് ഉള്ളത് 1 1 എന്ന് പറഞ്ഞ പാറ്റേൺ ഉണ്ട്, 2 2 4 4 1. ഇറ്റ് ഈസ് എ ലീനിയർലി സെപ്പറബിൾ സെറ്റ്. നമുക്ക് ഇതിൻ്റെ ഗ്രാഫ് ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കാം. സോ ഹിയർ ഐ ഹാവ് സംതിങ് ലൈക്ക് 1 1 1 1. ദേ ആർ സെയിങ് ഇറ്റ് ഇസ്, ഞാനിവിടെ വൺസിനെ ഞാൻ റെപ്രസെൻറ്റ് ചെയ്യുന്ന എക്സ് ആയിട്ടും സീറോസിനെ എക്സ്പ്രസ് ചെയ്യുന്ന സർക്കിൾസ് ആയിട്ടാണ്. ഓക്കെ, സോ 1 1 എന്നുള്ള പോയിന്റിൽ ഐ എം ഹാവിങ് എ 0, 2 2 എന്നുള്ള പോയിന്റിൽ ഐ എം ഹാവിങ് എ 0, 4 4 എന്നുള്ള പോയിന്റിൽ ഐ എം ഹാവിങ് എൻ എക്സ്. സോ ഇതാണ് നമ്മുടെ ഇനീഷ്യലി പാറ്റേൺ, അത് ലേബിൾഡ് തന്നിട്ടുണ്ട്. ഈസ് ഇറ്റ് ലീനിയർലി സെപ്പറബിൾ? യെസ് ഇറ്റ് ഈസ്. ഇവിടെ നമുക്ക് ലൈൻ വരച്ച് കഴിഞ്ഞാൽ ലീനിയർലി സെപ്പറബിൾ ആണ്. ഇനി അതിൽ നമുക്ക് ഏത് ഫോമിൽ എഴുതാൻ ലീനിയർലി സെപ്പറബിൾ ആണെങ്കിൽ വി ഹാവ് റൈറ്റ് ഇറ്റ് ഇൻ എ ഫോം W ട്രാൻസ്പോസ് പ്ലസ് ബി അല്ല G of X നമ്മുടെ ഡിസിഷൻ ബൗണ്ടറി. We have to identify the decision boundary. Sorry, decision boundary ഐഡൻറ്റിഫൈ ചെയ്യണം. അതിന് നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് എക്സിന് നമ്മൾ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് ആയിട്ട് എഴുതുന്നു അല്ലേ. എക്സ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മെട്രിക്സ് ഉണ്ടായിരുന്നത് അത് നമ്മുടെ പാറ്റേൺ സെറ്റ് ഓഫ് പാറ്റേൺസ് 1 1 2 2 4 4 ആണ്. പക്ഷെ നമ്മളിതിനെ ഓഗ്മെൻറ്റഡ് ഫോമിലോട്ട് മാറ്റുന്നു. ജസ്റ്റ് ലൈക്ക് ആഡിങ് ഇൻ ദ സെൻസ് ഒരു അഡീഷണൽ സാധനം അപ്പൻഡ് ചെയ്ത് ഫ്രണ്ടിൽ കൊടുക്കും. കുറച്ച് സൂം ഔട്ട് ആയി, ജസ്റ്റ് എ സെക്കൻഡ്. അതുപോലെ 4 4 വിൽ റൈറ്റ് ഇറ്റ് ആസ് 1 4 4. ഓക്കെ, വെയ്റ്റ്സ് എന്താണെന്നുള്ളത് ഈ അറ്റ് ദിസ് ടൈം നമുക്ക് ഏതാ വെയ്റ്റ്സ് എന്ന് അറിയില്ല. വിൽ ജസ്റ്റ് ട്രൈ ഔട്ട് സം റാൻഡം വാല്യൂസ്. ഇപ്പം നമ്മൾ -6 1 1 എന്നുള്ള സെറ്റ് ഓഫ് വെയ്റ്റ്സ് അപ്ലൈ ചെയ്തു. ഓക്കെ, ഇതൊരു എക്സാമ്പിളായിട്ട് എടുക്കാം. ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് എ റാൻഡം വാല്യൂ. നമുക്ക് റൈറ്റ് നൗ നമുക്ക് വെയ്റ്റ്സ് അതിനെ കണ്ടുപിടിക്കുന്നുള്ളത് നമ്മുടെ ഇപ്പോഴത്തെ സ്കോപ്പിലില്ല. ഇപ്പോൾ നമ്മൾ ലെറ്റ്സ് അസ്യൂം ആരെങ്കിലും നമുക്ക് ഈ വെയ്റ്റ്സ് അങ്ങ് തന്നു, അല്ലെങ്കിൽ ഈ വെയ്റ്റ് നീട്ട് ട്രയൽ ആൻഡ് എറർ നമ്മൾ നോക്കുവാണ്. ഒരു സെറ്റ് ഓഫ് വെയ്റ്റ്സ് ലൈക്ക് -6 1 എന്നുള്ളത് അസ്യൂം ചെയ്തു. അപ്പോൾ വെയ്റ്റ് തന്നെ ഈ -6 എന്ന് പറയുന്നത് എന്താണ്? ബയസാണ്. ഓക്കെ, ബാക്കി 1 1 എന്നുള്ളത് x1 x2ൻ്റെ കറസ്പോണ്ടിങ് വെയിറ്റ്. നമ്മൾ ഫസ്റ്റ് പാറ്റേൺ എടുത്തു കഴിഞ്ഞാൽ വി ഹാവ് ടു ഗെറ്റ് എ വാല്യൂ ലെസ് ദാൻ 0. അതല്ല നമ്മുടെ, അതായത് ഈ സൈഡ് എന്ന് പറയുന്നത് ലെസ് ദാൻ 0 ആയിരിക്കും, ഈ സൈഡ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. അപ്പോൾ ഈ സെറ്റ് ഓഫ് വെയ്റ്റ്സ് ഇട്ട് നോക്കുക, എന്താ വരുന്ന വെയിറ്റ് എന്ന് പറയുന്നത് -6 1 1. അതിനെ നമുക്കുള്ള ഫസ്റ്റ് പാറ്റേൺ എന്ന് പറയുന്നത് 1 1 1.
ഇത് ആഡ് ചെയ്യുമ്പോൾ -6 + 1 + 1 എത്ര കിട്ടും? -4 കിട്ടും അല്ലേ? -4 which is less than 0, which is correctly classified. അടുത്ത സെറ്റ് 1 2 2 ഇട്ട് കൊടുത്താൽ എത്ര കിട്ടും? -6 + 2 + 2, which is again -2 less than 0. That is also correctly classified. ഇനി 4 ഇട്ട് കൊടുത്താൽ what will get? The corresponding കിട്ടുന്നത് -6 plus 4 + 4, which is equal to +2, greater than 0. So it goes on the other side. Okay, ഈ വെയിറ്റ് കറക്റ്റ് ആണ്. സിമിലർലി ഈ വെയിറ്റ് നോക്കിയാലും ഇത് കറക്റ്റ് ആണ്. എല്ലാ പാറ്റേൺസിനെയും ഈ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെയിറ്റ്സ് ഇപ്പം 6 - 6 1 ആണ്, -12 2 1 3, -12 2 3, ഇതും കറക്റ്റായിട്ട് ഇതിനെ ക്ലാസിഫൈ ചെയ്യും. ഇനി നമ്മൾ ഇതിൻ്റെ കൂടെ അഡീഷണലി ഒരു പാറ്റേൺ ആഡ് ചെയ്തു, a pattern called 4 1 1. Okay, ആ പാറ്റേൺ എന്ന് പറഞ്ഞാൽ 4 1 സംവെയർ ഹിയർ, ഇവിടെ ഒരു പാറ്റേൺ ആഡ് ചെയ്തു. സോ നമ്മളിപ്പം എക്സിസ്റ്റ് ചെയ്യുന്ന ഡിസിഷൻ ബൗണ്ടറി ഇങ്ങനെ എന്തെങ്കിലും മാറ്റി വരയ്ക്കേണ്ടി വരും അല്ലേ, ഇതിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട്. അപ്പം നമ്മൾ നേരത്തെ നോക്കിയ ഈ 4 1 1 എന്നുള്ളത് ഇതിനകത്ത് നമ്മൾ ഇട്ട് കൊടുത്താൽ വിൽ സി 6 1 1 അല്ലെങ്കിൽ -12 2 3 എന്ന് പറയുന്നത് ഈ പുതിയ പാറ്റേണെ കറക്റ്റായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നതിൽ ഇറ്റ്സ് ഗോണ ഫെയിൽ. അപ്പോൾ ഈ വെയിറ്റ്സ് അതിന് പറ്റില്ല. വി ഹാവ് ടു അഗെയിൻ അപ്ഡേറ്റ് ദോസ് വെയിറ്റ്സ് ഇൻ ടു എ ന്യൂ വാല്യൂ. നമ്മൾ അതുപോലെ ഈ -12 4 1 എന്നുള്ള പുതിയ വെയിറ്റ്സ് ഇട്ട് കൊടുത്താൽ എന്താ സംഭവിക്കുന്നത്? റൈറ്റ് നൗ ഞാൻ പറഞ്ഞ പോലെ വെയിറ്റ്സിന് പ്രത്യേകിച്ച് റീസൺ ഒന്നുമില്ല നമ്മൾ എടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്. റാൻഡംലി നമ്മൾ ട്രയൽ ആൻഡ് എറർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന് പുതിയ പാറ്റേൺ എന്താണ്? 1 4 1 ഞാൻ എടുക്കുന്നു. -12 + 16 + 1, which is greater than 0. ഇത് കറക്റ്റ്ലി ക്ലാസിഫൈഡ് ആണ്. പക്ഷേ അതിന് വരെ നമ്മൾ മുമ്പുള്ള ഒരു വെയിറ്റ് ആണ് എടുത്തിരുന്നെങ്കിലോ -6 1 1 എന്നുള്ളതിന് 1 4 1 ചെയ്താൽ -6 + 4 + 1, which is coming out as -1, which is less than 0. അപ്പോൾ ഈ പോയിന്റിന് ശരിക്കും പറഞ്ഞാൽ അത് 0 സർക്കിളായിട്ട് ക്ലാസിഫൈ ചെയ്തതിന് നമുക്ക് വേണ്ടത് ഇവിടെ എക്സ് ആണ്, ഈ സൈഡ് ക്ലാസിഫൈ ചെയ്തതിന്. സോ ഈ സെറ്റ് ഓഫ് വെയിറ്റ് ഇതിന് ഓക്കെ അല്ല, പക്ഷേ ഈ സെറ്റ് ഓഫ് വെയിറ്റ് ഓക്കെ ആണ്. ഓക്കെ, സോ വെയിറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ക്ലാസിഫിക്കേഷൻ്റെ അല്ലെങ്കിൽ പാറ്റേൺസിനനുസരിച്ച് വി ഹാവ് ടു അപ്ഡേറ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റ് എന്ന് മനസ്സിലായി. ഓക്കെ, ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് ടോപ്പിക്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് പിന്നെ ഇത് ഒരുപാട് ആവശ്യം വരുന്നൊരു കോൺസെപ്റ്റാണ് ഇവിടെ. ഓക്കെ, ലെറ്റ്സ് സീ. നമ്മൾ കണ്ടു എന്താണ് ഡിസിഷൻ ബൗണ്ടറി ഉണ്ട്. ഇവിടെ ഡിസിഷൻ ബൗണ്ടറിയുടെ ഒരു സൈഡ് R1 എന്ന് പറയുന്ന ഡിസിഷൻ ബൗണ്ടറിയുടെ പോസിറ്റീവ് സൈഡാണ്, R2 എന്ന് പറയുന്ന ഡിസിഷൻ ബൗണ്ടറിയുടെ നെഗറ്റീവ് സൈഡാണ്. ഓക്കെ, ആൻഡ് നമ്മുടെ വെയിറ്റ് എന്ന് പറയുന്ന വെക്ടർ ഇസ് ഓൾവേസ് ഗോയിങ് ടു ബി പെർപെൻഡിക്കുലർ to the decision boundary. And decision boundary I am calling it as g of x equal to 0. Okay, ഇനി decision boundary എല്ലാ പോയിന്റ്സിൻ്റെ ഇക്വേഷൻ എന്താണ്? g of x is equal to 0. decision boundaryയുടെ പോസിറ്റീവ് സൈഡിലൊരു പോയിന്റ് എടുത്തു. ഓക്കെ, decision boundaryയുടെ പോസിറ്റീവ് സൈഡിലൊരു പോയിന്റ് എടുത്താൽ which I am calling is that point as x എന്ന് പറഞ്ഞ പോയിന്റ്. ഇനി എക്സ് എന്ന് പറയുന്ന പോയിന്റിനെ നമുക്ക് നോർമൽ വെക്ടർ നൊട്ടേഷനിൽ എങ്ങനെ റിസോൾവ് ചെയ്ത് എഴുതാം? ഓക്കെ, ഡ്രോയിങ് കുറച്ച് അലമ്പാണ്. ഞാൻ ഇവിടെ ഒരു എക്സൽ എന്ന് പറഞ്ഞ വേറൊരു വെക്ടർ കൂടി ഡിനോട്ട് ചെയ്തു, വിച്ച് ഇസ് ഓൺ ദ ഡിസിഷൻ ബൗണ്ടറി. And I drop a perpendicular from x to the decision boundary of length r. Okay, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വെക്ടർ ഇവിടെ ഉണ്ട്,
ഈ എക്സ് പെർപെൻഡിക്കുലർ വന്ന വെക്ടർ ഉണ്ട് വിച്ച് ഈസ് ഓൺ ദ ഡിസിഷൻ ബൗണ്ടറി. അങ്ങനെയാണെങ്കിൽ ഈ എനിക്ക് വെക്ടർ ബേസിക് വെക്ടർ അഡീഷൻ്റെ ലോ വെച്ചിട്ട് ഈ എക്സ് എന്ന് പറഞ്ഞ വെക്ടർ ക്യാൻ ബി റിട്ടൺ ആസ് എ സം ഓഫ് ഞാൻ ലെറ്റ് മീ കോൾ ദിസ് വെക്ടർ ആസ് കുറച്ച് കൺവീനിയൻസിന് ലെറ്റ് മീ കോൾ ദിസ് ആസ് സി വെക്ടർ, എ വെക്ടർ ആൻഡ് ബി വെക്ടർ. നമ്മൾ ട്രയാങ്കുലർ ലോ വെച്ചിട്ട് ട്രയാങ്കിൾ ഓഫ് വെക്ടർ അഡീഷൻ വെച്ചിട്ട് what we can write, c vector is a vector plus b vector. So what we know as a vector, നമുക്ക് a x perpendicular അല്ലേ, which is a vector pattern is of always in a column vector form. അത് കുഴപ്പമില്ല. നമുക്ക് ഈ perpendicular distance നമുക്ക് അറിയാം. ഓക്കെ, അത് r ആണ്, ബട്ട് അത് സ്കെയിലർ വാല്യൂ ആണ്. സോ നമുക്ക് അതിന് വെക്ടർ ആക്കണമെങ്കിൽ അതിന് ഡയറക്ഷൻ കൊടുക്കണം. ഏത് ഡയറക്ഷനിലായിരിക്കും ഇതുണ്ടാവുക? സി, നമുക്കിത് പെർപെൻഡിക്കുലർ ആണ്. പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ ഡബ്ല്യു ഓൾറെഡി നമുക്ക് പെർപെൻഡിക്കുലർ ആണ് ഡിസ്റ്റൻസ് ബൗണ്ടറിയുടെ എന്നുള്ളത് നമ്മൾ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. സോ ഇത് ഇവിടെ ഉള്ളത് ഇറ്റ് ഈസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഡബ്ല്യു അല്ലേ, ഇത് രണ്ടും പാരലാണ്. സോ ദേ ആർ ഇൻ ദ സെയിം ഡയറക്ഷൻ. സോ ഡബ്ല്യുവിൻ്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ എടുത്തു കഴിഞ്ഞാൽ നമുക്കതിനെ ഇതിൻ്റെ സെയിം ഡയറക്ഷനിലാണെന്ന് പറയാമല്ലോ. സോ ഡബ്ല്യുവിൻ്റെ ഡയറക്ഷൻ യൂണിറ്റ് വെക്ടർ എന്താ? ഡബ്ല്യു വെക്ടർ ഡിവൈഡ് ബൈ നോം ഓഫ് ഡബ്ല്യു, ഇല്ല മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡബ്ല്യു. അപ്പോൾ ഇത് എൻ്റെ യൂണിറ്റ് വെക്ടർ ഇൻ ദാറ്റ് ഡയറക്ഷൻ കിട്ടി. ഇനി നമുക്ക് നമുക്ക് എക്സ് എന്ന് പറഞ്ഞൊരു വെക്ടറിൻ്റെ കാര്യമാണ് ഇപ്പോൾ കിട്ടിയത്. എക്സ് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്തു, എക്സ് വെക്ടർ. ഇനി വാട്ട് അബൌട്ട് ദ ലീനിയർ ഡിസ്ക്രിമിനന്റ് ഫംഗ്ഷൻ ഓഫ് എക്സ്, ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒബ്വിയസ്ലി എന്തായിരിക്കും? ജി ഓഫ് ഈ വാല്യൂ എക്സ് പെർപെൻഡിക്കുലർ പ്ലസ് ജി ഓഫ് അടുത്ത വാല്യൂ ആയിരിക്കും അല്ലേ. ഓക്കെ, I'm calling this as some r vector, whatever. ഇനി നമുക്ക് ഓൾറെഡി അറിയാം ദിസ് ഈസ് ഈക്വൽ ടു 0. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ലീനിയർ ഡിസ്ക്രിമിനന്റ് ഫംഗ്ഷൻ നമ്മൾ അപ്ലൈ ചെയ്തു, അതായത് ജി ഓഫ് എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു ജി ഓഫ് എ പ്ലസ് ജി ഓഫ് ബി ആണെന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇത് ആവുന്നത് കേസ് എപ്പോഴാണ്? വെൻ ഇറ്റ് ഈസ് ലീനിയർലി സെപ്പറബിൾ. ആ ഒരു കേസിൽ ഇത് രണ്ടും സെയിം ആണ്. ഓക്കെ, ആ ഒരു അസംഷനിലാണ് നമ്മളിതിനെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയേക്കുന്നത്. ഓക്കെ, ഫൈൻ. സോ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? 0 പ്ലസ് r into r എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് നമുക്കറിയാം എന്താണ് r എന്ന് പറയുന്നത്. ഇവിടെ ഒരു സ്കെയിലർ ആയതുകൊണ്ട് വി ക്യാൻ ടേക്ക് ഇറ്റ് ഔട്ട് സൈഡ്. പിന്നെ അൾട്ടിമേറ്റ്ലി ഇറ്റ് വിൽ ബി ലൈക്ക് ജി ഓഫ് ഇങ്ങനെ വരിക അല്ലേ. അപ്പോൾ നമുക്കറിയാം ജി ഓഫ് ഇതെന്ന് പറയുന്നത് എന്ത് വരും? ഡബ്ല്യു ട്രാൻസ്പോസ് ഡബ്ല്യു ഡിവൈഡ് ബൈ മോഡ് നോം ഓഫ് ഡബ്ല്യു. ഇതെന്ന് പറയുന്നത് നോം സ്ക്വയർ ഡിവൈഡഡ് ബൈ നോം ഓഫ് ഡബ്ല്യു. ക്യാൻസൽ ചെയ്യുമ്പം ഈ വാല്യൂ നമുക്ക് വി ആർ ഗോയിങ് ടു ഗെറ്റ് ഇറ്റ് ആസ് ഈക്വൽ ടു നോം ഓഫ് ഡബ്ല്യു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ ആറിൻ്റെ നോം ഓഫ് ഡബ്ല്യു എന്നുള്ള രീതിയിൽ ഈ വെക്ടറിനെ ജിന്ന് നമ്മൾ ഈ വാല്യൂ ഈ വെക്ടറിനെ ഇവിടെ ഇടുമ്പോൾ കിട്ടുന്ന വാല്യൂ ഇവിടെ എഴുതിയേക്കുന്നത്. ഓക്കെ, സോ നമ്മൾ ഇത് സോൾവ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടിയേക്കുന്നത് എന്താണ്? ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 പ്ലസ് ആർ ഇൻറ്റു നോം ഓഫ് ഡബ്ല്യു, ഓർ ആർ ഇസ് ഈക്വൽ ടു ജി ഓഫ് എക്സ് ഡിവൈഡ് ബൈ നോം ഓഫ് ഡബ്ല്യു. ഓക്കെ, ദിസ് ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്. ഇതിൻ്റെ അർത്ഥം എന്താണ്? We have a particular pattern which could be in any direction. അത് ഡിസിഷൻ ബൗണ്ടറി ഇല്ലാതെ വേറെ എവിടെ എങ്കിലും ഒരു പാറ്റേൺ ഉണ്ടെന്നുണ്ടെങ്കിൽ what is the perpendicular distance r from that
പെർട്ടിക്കുലർ പാറ്റേൺ ടു ദ ഡിസിഷൻ ബൗണ്ടറി. അല്ലെങ്കിൽ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്തായിരിക്കും അതെന്ന് പറയുന്നത് നമ്മുടെ ലീനിയർ ഡിസ്ക്രിമിനൻറ്റ് ഫംഗ്ഷൻ ആയിട്ടുള്ള ഡബ്ല്യു ട്രാൻസ്പോസ് എക്സ് പ്ലസ് ബിയിൽ ആ എക്സിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ ദ നോം ഓഫ് അല്ലെങ്കിൽ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ വെയിറ്റ് വെക്ടർ. സോ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എപ്പോഴും പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ജി ഓഫ് എക്സ് ഡിവൈഡ് ബൈ നോം ഓഫ് ഡബ്ല്യു ആയിരിക്കും. ഓക്കെ, ഇനി ഡിസിഷൻ ബൗണ്ടറി സപ്പോസ് ഇറ്റ് ഗോസ് ത്രൂ ഒറിജിൻ, റൈറ്റ്? ഒറിജിനിൽ കൂടെ പോവുകയാണെങ്കിൽ വാട്ട് ഈസ് ദ കണ്ടീഷൻ? നമുക്കറിയാം ബി എന്ന് പറയുന്ന വാല്യൂ ഉണ്ടാവില്ല. ബി എന്ന് പറയുന്ന വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ ബി ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഒറിജിൻ്റെ പോസിറ്റീവ് സൈഡിൽ കൂടെയാണ് ഡിസിഷൻ ബൗണ്ടറി പോകുന്നത്. ബി ലെസ് ദാൻ 0 ആണെങ്കിൽ ഒറിജിൻ ഈസ് ഇൻ ദ നെഗറ്റീവ് സൈഡ്. ഓക്കെ, അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? സി, ഒറിജിൻ്റെ ഡിസിഷൻ ബൗണ്ടറിയിലെ വാല്യൂ എന്താണ്? അല്ലെ, ഒറിജിൻ എത്ര ദൂരെയാണ് ഡിസിഷൻ ബൗണ്ടറി? ഇതിപ്പോൾ നമ്മുടെ ഒറിജിൻ. സോ നമ്മുടെ ഇപ്പോൾ നേരത്തെ നമ്മൾ കണ്ടുപിടിച്ച ഫോർമുല വെച്ചിട്ട് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ജി ഓഫ് എക്സ് ഡിവൈഡ് ബൈ മോഡ് ഓഫ് ഡബ്ല്യു അല്ലേ? ഇനി നമുക്കറിയാം ജി ഓഫ് എക്സ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ഒറിജിൻ ആണ്. ജി ഓഫ് സീറോ ഇടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ബി ഡബ്ല്യു ട്രാൻസ്പോസ് ഇൻറ്റു എക്സ് എന്ന് പറയുന്ന ആ ടേം 0 ആയി പോവും. വിൽ ഗെറ്റ് ബി ഡിവൈഡ് ബൈ മോഡ് ഓഫ് ഒറിജിൻ. ഇനി നോം ഓഫ് ഡബ്ല്യു. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ബി ഡിവൈഡ് ബൈ നോം ഓഫ് ഡബ്ല്യു. നമ്മൾ നേരത്തെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്, ദിസ് ഇസ് ഓൾസോ നോൺ ആസ് ഡബ്ല്യു നോട്ട്. ബി ക്യാൻ ബി ഓൾസോ ടെസ്റ്റ് ഡബ്ല്യു നോട്ട്. ബയസിന് നമ്മൾ ചില ഓഗ്മെന്റഡ് മെട്രിക്സ് ഫോമിൽ എഴുതുമ്പോൾ ഡബ്ല്യു നോട്ട് ആയിട്ട് നമ്മൾ ഓൾറെഡി എക്സ്പ്രസ് ചെയ്യാറുണ്ട്. സോ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അതായിരിക്കും. ഇനി ഇതിൻ്റെ ഡയറക്ഷൻ എന്താണ്? സോ ഈ നമ്മൾ ഡിസിഷൻ ബൗണ്ടറിയിൽ നിന്ന് ഉള്ള ദൂരം എന്നുള്ള രീതിയിലാണ് ഇതിനെ പറയുന്നത് അല്ലേ? ഈ സൈഡിലോട്ടാണെങ്കിൽ അത് പോസിറ്റീവ്, ഈ സൈഡിലോട്ടാണെങ്കിൽ നെഗറ്റീവ്. സോ ഒറിജിൻ ഇപ്പം നമ്മൾ ഇതിനകത്ത് ബി നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇറ്റ്സ് ടുവേർഡ്സ് ദ നെഗറ്റീവ് ഹാഫ്. അത് ബി ലെസ് ദാൻ 0. ഈ വാല്യൂ നെഗറ്റീവ് ആയിരിക്കും കൺവെൻഷൻ അനുസരിച്ച്. ബി പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഒറിജിൻ ഈസ് ടുവേർഡ്സ് ദ പോസിറ്റീവ് സൈഡ്. ഓക്കെ, സോ ഇറ്റ് ഈസ് നോട്ട് സംതിങ് ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് എന്നുള്ള റിലേഷൻഷിപ്പ് മനസ്സിലായല്ലോ. ദിസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈ സ്ലൈഡിൽ. ഓക്കെ, അടുത്ത സ്ലൈഡിലോട്ട് മൂവ് ചെയ്യാം. മേ ബി അത് നമുക്ക് അടുത്ത വീഡിയോ ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് ഇവിടെ ക്ലിയർ ആയല്ലോ. നമ്മൾ ഇപ്പോൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത് പറഞ്ഞ ഒരു കാര്യം ഇസ് റിലേറ്റഡ് ടു സെപ്പറേഷൻ ഇൻ എ ഹയർ ഡിമെൻഷൻ അല്ലേ? ഒരു ഇമ്പോർട്ടൻ്റ് ഐഡിയ വാസ് ഡബ്ല്യു ഇസ് പെർപെൻഡിക്കുലർ ടു എക്സ് എന്നുള്ള ഡിസിഷൻ ബൗണ്ടറി എന്നുള്ളത്. പോയിന്റ്സ് ഓൺ എക്സസ് വിച്ച് ആർ ലൈങ് ഓൺ ദ ഡിസിഷൻ ബൗണ്ടറി. ഡബ്ല്യു ഇസ് ഓർത്തോഗണൽ ബേസിക്കലി. ലൈൻ ആയതുകൊണ്ട് ഇറ്റ്സ് എ ലൈൻ പെർപെൻഡിക്കുലർ ടു ഇറ്റ് എന്നുള്ള ഒരു കൺസെപ്റ്റ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് പറയുന്നത് വെനെവർ ഇൻപുട്ട് സ്പേസിൽ നമ്മളുടെ ഫംഗ്ഷൻ ലീനിയർലി സെപ്പറബിൾ അല്ലെങ്കിലും വി ക്യാൻ ട്രാൻസ്ഫോം ഇറ്റ് ടു ഹയർ ഡിമെൻഷൻ. ആൻഡ് ആ ഡിമെൻഷനിൽ അത് ആ സെറ്റ് ഓഫ് ഡിമെൻഷൻസിൽ ലീനിയർലി സെപ്പറബിൾ ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതിന് എക്സാമ്പിളായിട്ട് നമ്മൾ എടുത്തത് എക്സ് ഓർ ഫംഗ്ഷനാണ്. പിന്നുള്ളത് ലീനിയർ സെപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് ലീനിയർലി സെപ്പറബിൾ ആയിട്ടുള്ള പാറ്റേൺസ് ആണെന്നുണ്ടെങ്കിൽ, ഇൻപുട്സ് ആണെന്നുണ്ടെങ്കിൽ ദർ കുഡ് ബി എനി നമ്പർ ഓഫ് linear separators or decision boundaries which are separating the data points. Infinite number വരെ
ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഏതെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു, വിച്ച് വിൽ റിയലൈസ് ലേറ്റർ ഇൻ ദിസ് കോഴ്സ്. ഇനിയും അതുപോലെ ലീനിയർ സെപ്പറേഷൻ ഒരു സെറ്റ് ഓഫ് പാറ്റേൺസിന് ചിലപ്പോൾ ഡിസിഷൻ ബൗണ്ടറി നമ്മൾ ആർബിട്രറി ചൂസ് ചെയ്ത് അത് ഓക്കെ ആണെങ്കിൽ തന്നെ ഇറ്റ് ഈസ് നോട്ട് നെസസറി ദാറ്റ് പുതുതായിട്ടൊരു പാറ്റേൺ അതിനോട് ആഡ് ചെയ്യുമ്പോഴത്തേക്കും അത് പ്രോപ്പർലി ക്ലാസിഫൈ ചെയ്യണം നിർബന്ധമില്ല. സോ വി ഹാവ് ടു മോഡിഫൈ ദ വെയ്റ്റ്സ് ആൻഡ് ബയസ് അക്കോർഡിംഗ്ലി. ഓക്കെ, അതിനുള്ള എക്സാമ്പിൾസ് കണ്ടു. ആൻഡ് വൺ മോർ ഇമ്പോർട്ടൻറ്റ് തിങ് നമ്മൾ കണ്ടത്, ഒരു ഡിസിഷൻ ബൗണ്ടറിയിൽ നിന്ന് ഒരു പെർട്ടിക്കുലർ പാറ്റേണുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് g of x ഡിവൈഡ് ബൈ norm of w ആയിരിക്കും. ഓക്കെ.